കോൺഗ്രസ് എംഎൽഎമാരുടെ ആദ്യ നിയമസഭാ കക്ഷിയോഗം ഇന്ന് തിരുവനന്തപുരത്ത്. ഇന്ദിരാഭവനിൽ രാവിലെ 10:00 ഹൈക്കമാൻഡ് പ്രതിനിധികളുടെ സാന്നിധ്യത്തിലാകും യോഗം ചേരുക. എഐസിസി നിരീക്ഷകരായി കേരളത്തിലെത്തിയ മുഗൾ വാസ്നിക്കും അജയ് മാക്കനും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആരെ പിന്തുണയ്ക്കുന്നുവെന്നറിയാൻ ഓരോ എംഎൽഎമാരെയും തനിച്ച് കണ്ട് അഭിപ്രായം തേടും. എംപിമാരുമായും മുൻ കെപിസിസി അധ്യക്ഷന്മാരുമായും പ്രവർത്തക സമിതി അംഗങ്ങളുമായും ഇവർ കൂടിക്കാഴ്ച നടത്തും. വി അരുൺ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അരുൺ, കോൺഗ്രസിൽ ആരാകണം മുഖ്യമന്ത്രി എന്ന ചർച്ചകൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എഐസിസി നിരീക്ഷകർ കേരളത്തിലെത്തിയ എംഎൽഎമാരുടെ അഭിപ്രായം തേടുന്നുവെന്ന് പറയുന്നു. ഇനിയിപ്പോൾ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുക എംഎൽഎമാരുടെ അഭിപ്രായം മാത്രം പരിഗണിച്ചാകുമോ, അതോ മറ്റു ഘടകങ്ങൾ കൂടി പരിഗണനയിലേക്ക് വരുമോ? കോൺഗ്രസിലെ തലയെണ്ണൽ ഇന്നാണ്. ആരെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവരണമെന്ന കാര്യത്തിൽ കോൺഗ്രസിലെ ചർച്ചകൾ ഇന്ന് ആരംഭിക്കും. രാവിലെ 10:00 ഇന്ദിരാഭവനിൽ കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷി യോഗം ചേരും. 63 എംഎൽഎമാർ പങ്കെടുക്കും. അതിലേക്കാണ് ആദ്യം എഐസിസിയുടെ നിരീക്ഷകർ മുകുൾ വാസ്നിക്കും അജയ് മാക്കനും എത്തുന്നത്. അവിടെ എംഎൽഎമാരുടെ യോഗം ചേർന്ന് അവരുടെ ആരെ തിരഞ്ഞെടുക്കണമെന്ന കാര്യത്തിൽ ഏകദേശ ധാരണയുണ്ടാക്കും. അവിടെ ഒരു ഏക അഭിപ്രായം ഉണ്ടായില്ലെങ്കിൽ എംഎൽഎമാരുമായി ഓരോരുത്തരെയായി ചർച്ചയ്ക്ക് വിളിക്കും. ഓരോരുത്തർ അഭിപ്രായം കേൾക്കും. അങ്ങനെ ആർക്കാണ് ഭൂരിപക്ഷം? 3 ഓപ്ഷനുകളാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിന് മുമ്പാകെ ഉള്ളത്. 3 സ്ഥാനാർത്ഥികളാണ് മുഖ്യമന്ത്രി പദവിയിലേക്ക് ഉള്ളത്. ഒന്ന്, പ്രതിപക്ഷത്തെ കഴിഞ്ഞ 5 വർഷം നയിച്ച് വലിയ ഭൂരിപക്ഷത്തോടുകൂടി ചരിത്രത്തിലില്ലാത്ത വിജയം കോൺഗ്രസ് ഉണ്ടാക്കിക്കൊടുത്ത വി.ഡി. സതീശൻ. മറ്റൊന്ന്, മുതിർന്ന നേതാവ് കൂടിയായ ഈ എഐസിസി നിരീക്ഷകരെ വന്ന രണ്ടുപേരുടെയും മുൻ നേതാവ് കൂടിയായിരുന്ന രമേശ് ചെന്നിത്തല. അദ്ദേഹം മുൻ പ്രതിപക്ഷ നേതാവ് കൂടിയാണ്. പ്രതിപക്ഷ നേതാവായി രമേശ് ചെന്നിത്തല വന്നപ്പോൾ അടുത്ത തവണ ഭരണം നഷ്ടപ്പെട്ട സാഹചര്യമുണ്ടായി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് മുഖ്യമന്ത്രി പദത്തിലേക്ക് ഒരു അവസരം നൽകണമെന്ന ആവശ്യമുള്ളവർ ഉണ്ട്. രമേശ് ചെന്നിത്തലയാണ് രണ്ടാമത്തെ ചോയ്സ്. മൂന്നാമത്, ഈ ചിത്രത്തിലൊന്നും ഇല്ലാതിരുന്ന ഡൽഹിയിൽ കോൺഗ്രസിനെ നയിച്ച എഐസിസിയുടെ സംഘടനാ ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ. ഈ 3 പേരുകളാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉള്ളത്. ഈ 3 പേരെ ചുറ്റിപ്പറ്റിയാണ് കോൺഗ്രസിലെ ചർച്ചകൾ. ഇവരെ 3 പേർക്ക് വേണ്ടിയാണ് അണികൾ സാമൂഹ്യ മാധ്യമങ്ങളിലും അതുപോലെ തന്നെ ഫ്ലക്സ് പോസ്റ്റർ യുദ്ധങ്ങളിലും ഏർപ്പെട്ടിരിക്കുന്നത്. ഇതിലാരാകണമെന്ന കാര്യത്തിലാകും തീരുമാനമുണ്ടാവുക. എഐസിസി ജനറൽ സെക്രട്ടറി കൂടിയായ കെ.സി. വേണുഗോപാലാണ് സംസ്ഥാനത്ത് കോൺഗ്രസിന്റെ ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട റോൾ വഹിച്ചയാൾ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഈ പഴയ ഗ്രൂപ്പ് സമവാക്യങ്ങൾക്കപ്പുറത്തേക്ക് ഭൂരിപക്ഷം എംഎൽഎമാരുടെ പിന്തുണ അദ്ദേഹത്തിനുണ്ടെന്നാണ് ഇപ്പോൾ അവകാശവാദം. 63 എംഎൽഎമാരിൽ 50-ന് മുകളിൽ എംഎൽഎമാർ കെ.സി. വേണുഗോപാലിനെ പിന്തുണയ്ക്കുന്നവരാണ്. അങ്ങനെ തലയെണ്ണലിലേക്ക് പോയാൽ അത് കെ.സി. വേണുഗോപാലിന് മുഖ്യമന്ത്രി പദത്തിലേക്കുള്ള വഴി തുറക്കുമെന്ന ഒരു ആശങ്ക രമേശ് ചെന്നിത്തലയ്ക്കും അതുപോലെ തന്നെ വി.ഡി. സതീശനും അദ്ദേഹത്തെ അനുകൂലിക്കുന്നവർക്കുമുണ്ട്. രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടിയും 6-8 എംഎൽഎമാർ ഇപ്പോൾ ഉണ്ട്. വി.ഡി. സതീശൻ ഈ പറയുന്ന കണക്കുകൾ 1-to-1 മീറ്റിംഗിലേക്ക് വന്നാൽ ഒരു തുറന്ന വോട്ടെടുപ്പിലേക്ക്, ഓപ്പൺ വോട്ടെടുപ്പിലേക്ക് അല്ലാതെ ഓരോരുത്തരെയായി ഈ ഹൈക്കമാൻഡ് പ്രതിനിധികൾ, നിരീക്ഷകർ കണ്ടാൽ അവിടെ തന്റെ പേരിന് മുൻതൂക്കം ലഭിക്കുമെന്ന പ്രതീക്ഷയാണ് വി.ഡി. സതീശനുള്ളത്. മറ്റൊന്ന്, ഘടകകക്ഷികളെയും ഈ എഐസിസി നിരീക്ഷകർ കാണുന്നുണ്ട്. ഘടകകക്ഷികളുടെ അഭിപ്രായം വളരെ പ്രധാനപ്പെട്ടതാണ്. മുസ്ലിം ലീഗും RSPയും അടക്കമുള്ള ഘടകകക്ഷികൾ വി.ഡി. സതീശന് വേണ്ടി നിലകൊള്ളുമെന്നാണ് വ്യക്തമാകുന്നത്. ഇനി അങ്ങനെയല്ല, അത് മറികടന്നുകൊണ്ട് കെ.സി. വേണുഗോപാൽ വരാൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയെ മുഖ്യമന്ത്രി പദത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയോ ചെയ്താൽ അത് കോൺഗ്രസിൽ വലിയ കലാപത്തിന് ഇടവയ്ക്കും. അത് കോൺഗ്രസിൽ മാത്രമാകില്ല, കോൺഗ്രസിന് പ്രവർത്തകരും പാർട്ടിക്കുള്ളിലും മാത്രമാകില്ല. വി.ഡി. സതീശനാണ് ഈ വിജയത്തിന്റെ നേരവകാശി. യഥാർത്ഥ വിജയത്തിന്റെ ക്രെഡിറ്റ് അദ്ദേഹത്തിന് വിശ്വസിക്കുന്ന വലിയൊരു വിഭാഗം പ്രവർത്തകർ കോൺഗ്രസിലുണ്ട്. അത് കോൺഗ്രസിൽ സമാനതകളില്ലാത്ത കലാപത്തിന് വഴിവെക്കുമെന്ന ഉറപ്പാണ്. അത്തരമൊരു ആശങ്ക കൂടി നേതൃത്വത്തിന് മുൻപിലുണ്ട്. അതുകൊണ്ട് വി.ഡി. സതീശൻ തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടാനുള്ള ശ്രമങ്ങളുണ്ടായാലും അത്ഭുതപ്പെടാനില്ല. പക്ഷെ ഇപ്പോഴും കെ.സി. വേണുഗോപാലും അദ്ദേഹത്തിനൊപ്പമുള്ളവരും അതുപോലെ രമേശ് ചെന്നിത്തലയും അദ്ദേഹത്തിനൊപ്പമുള്ളവരും പ്രതീക്ഷ കൈവിട്ടിട്ടില്ല. അവരും ശക്തമായ പോരാട്ടം ഇതിനുവേണ്ടി മുഖ്യമന്ത്രി സ്ഥാനത്തിനു വേണ്ടി തുടരുകയാണ്. മറ്റൊരു സാധ്യത കൂടി പറഞ്ഞു കേൾക്കുന്നത്, വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയാകാൻ നേരത്തെ എംഎൽഎ മാത്രമായിരുന്ന വി.ഡി. സതീശനെ രമേശ് ചെന്നിത്തലയെ വെട്ടിമാറ്റിക്കൊണ്ടാണ് കെ.സി. വേണുഗോപാലിന്റെ ഇടപെടലിലൂടെയാണ് കഴിഞ്ഞ തവണ പ്രതിപക്ഷ നേതാവായത്. അങ്ങനെ പ്രതിപക്ഷ നേതാവാക്കുമ്പോൾ അങ്ങനെ പ്രതിപക്ഷ നേതാവാക്കാമെങ്കിൽ ഇപ്പോൾ മുഖ്യമന്ത്രിയാക്കാതെ ഇരിക്കാനും തനിക്ക് കഴിയുമെന്നൊരു നിലപാട് കെ.സി. വേണുഗോപാൽ സ്വീകരിക്കുന്നുവെന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ കെ.സി. വേണുഗോപാലിന്റെയും സീനിയർ നേതാവാണ് രമേശ് ചെന്നിത്തല. അങ്ങനെ തർക്കം വന്നാൽ കെ.സി. വേണുഗോപാലും വേണ്ട, വി.ഡി. സതീശനും വേണ്ട, സീനിയറായ
ചെന്നിത്തല വരട്ടെ നിലപാട് ഒരുപക്ഷെ കെ സി വേണുഗോപാൽ സ്വീകരിച്ചേക്കുമെന്ന് കരുതുന്നവരുമുണ്ട്. ഒരു കാര്യം നേരത്തെ രമേശ് ചെന്നിത്തല മാധ്യമങ്ങളോട് പറഞ്ഞൊരു കാര്യം കൂടിയുണ്ട്. ഉമ്മൻചാണ്ടി 2011 ഈ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ചർച്ചകൾ നടക്കുമ്പോൾ താൻ അതിൽ അവകാശവാദം ഉന്നയിക്കാത്തത് തന്നെക്കാൾ സീനിയറായ ഉമ്മൻചാണ്ടി ആ പദവിയിലേക്ക് ഉള്ളതുകൊണ്ടാണ്. താൻ തന്നെയാണ് ഉമ്മൻചാണ്ടിയുടെ പേര് നിർദ്ദേശിച്ചത്. അവിടെ രമേശ് ചെന്നിത്തല മുന്നോട്ട് വയ്ക്കുന്ന ഒരു സൂചന അങ്ങനെയെങ്കിൽ ഇത്തവണ കെ സി വേണുഗോപാലിനേക്കാൾ സതീഷിനേക്കാൾ പാർട്ടിയിൽ നിയമസഭയിൽ സീനിയോറിറ്റി ഉള്ളത് രമേശ് ചെന്നിത്തലയ്ക്കാണ്. താൻ തന്നെ മുഖ്യമന്ത്രിയാകണമെന്നൊരു ആവശ്യം ചെന്നിത്തലയാണ് മുന്നോട്ട് വെക്കുന്നത്. ഏതായാലും ഇവിടെ നിന്നുള്ള റിപ്പോർട്ടുകളുമായി വീണ്ടും ഹൈക്കമാൻഡ്. അതോടൊപ്പം തന്നെ ഇന്നലെ രമേശ് ചെന്നിത്തല ഖാർഗെയും രാഹുലിനെയും പ്രത്യേകം കണ്ട് ഈ ഒരു സീനിയോറിറ്റിയുടെ കാര്യം ധരിപ്പിച്ചിരുന്നു എന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഈ കെ സി വേണുഗോപാലിനെയും വി ഡി സതീഷിനെയും തള്ളി രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകാനുള്ള ഒരു സാധ്യത അതെത്രത്തോളം നമുക്ക് മുന്നിൽ കാണാൻ സാധിക്കും? അനുശ്രീ, കണക്കുകളൊക്കെ വളരെ കൗതുകകരമാണ്. 50-ലേറെ 86 വരെയാണ് കെ സി വേണുഗോപാൽ അനുയായികൾ അദ്ദേഹത്തിന് ഉണ്ടെന്ന് പറയുന്ന MLA-മാരുടെ പിന്തുണ. ആകെയുള്ളത് 63 MLA-മാരുടെ. 56 വരുമ്പോൾ പിന്നീട് എങ്ങനെ രമേശ് ചെന്നിത്തലയ്ക്ക് 20 വരും? അതെങ്ങനെയാണ് ഭൂരിപക്ഷം വി ഡി സതീശ് വരുമെന്ന ചോദ്യമൊക്കെയാണ് അവശേഷിക്കുന്നത്. കൗതുകകരമായ കണക്കുകളാണ് നേതൃത്വം പറയുന്നത്. രമേശ് ചെന്നിത്തല ഈ കണക്കുകൾക്ക് അപ്പുറത്തേക്കുള്ള ഒരു നീക്കമാണ്. എന്നാൽ അദ്ദേഹത്തിന് വേണ്ടി NSS ജനറൽ സെക്രട്ടറി നേരത്തെ രമേശിനെ താക്കോൽ സ്ഥാനത്തേക്ക് കൊണ്ടുവരണമെന്ന് പറഞ്ഞുകൊണ്ട് 2011 ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് രമേശിനെ വലിയ സമ്മർദ്ദം ചെലുത്തി ആഭ്യന്തര മന്ത്രിയായി കൊണ്ടുവന്ന സുകുമാരൻ നായർ അദ്ദേഹത്തിന് വേണ്ടി നിലപാടുമായി രംഗത്ത് വന്നിരുന്നു. വെള്ളാപ്പള്ളിയുടെ പിന്തുണ രമേശ് ചെന്നിത്തലയ്ക്കാണ്. ഇതൊക്കെ ഗുണത്തെക്കാൾ ഒരുപക്ഷെ ദോഷം ചെയ്യുമെന്ന ആശങ്കകളും ഒരു ഭാഗത്ത് ഉയർന്നു വരുന്നുണ്ട്. ഏതായാലും രമേശ് ചെന്നിത്തല തന്റെ സീനിയോറിറ്റിയും പാർട്ടിയിലെ മുൻകാല ചരിത്രവുമൊക്കെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഈ നമ്പർ കണക്കിന് അപ്പുറത്തേക്കുള്ള ഒരു സമ്മർദ്ദം ചെലുത്തുന്നത്. സോണിയാഗാന്ധിയിൽ നിന്ന് പോലും ഒരു ഘട്ടത്തിൽ തനിക്ക് ഉറപ്പ് ലഭിച്ചിട്ടുണ്ടെന്നൊരു പ്രചരണവും ചെന്നിത്തലയുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ പുറത്തുവിടുന്നത്. ഏതായാലും അത്ര എളുപ്പമാകില്ല കോൺഗ്രസിൽ ഈ മുഖ്യമന്ത്രി ആരെന്ന തീരുമാനം. ഇന്ന് ഈ ആദ്യം നിയമസഭാ കക്ഷി യോഗം ചേരും. അതിനുശേഷം MLA-മാരെ 1 to 1 കണ്ട് അഭിപ്രായങ്ങൾ തേടും. ആ റിപ്പോർട്ടുമായാകും ഹൈക്കമാൻഡ് നിരീക്ഷകർ, ഹൈക്കമാൻഡ് പ്രതിനിധികൾ ഡൽഹിയിലേക്ക് മടങ്ങുക. അവിടെ ഹൈക്കമാൻഡിനെ വിഷയം ധരിപ്പിക്കും. ഒടുവിൽ അവസാന ടേക്ക് തീർച്ചയായും ഹൈക്കമാൻഡിനായിരിക്കും. രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കും അതുപോലെ തന്നെ പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെ നേതൃനിരയാകും തീരുമാനിക്കേണ്ടത്. സോണിയാഗാന്ധിയാകും ഒരുപക്ഷെ അവസാനം ഈ ആര് മുഖ്യമന്ത്രിയാകണമെന്ന് അന്തിമ തീരുമാനമെടുക്കേണ്ടത്. മറ്റുള്ളവർക്കും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ പോലും സോണിയാഗാന്ധി നിലപാട് വളരെ പ്രധാനപ്പെട്ടതാകും, അന്തിമമാകും. ഏതായാലും വളരെ സജീവമായ ചർച്ചകൾ കോൺഗ്രസിൽ നടക്കുകയാണ്. ഇതിനിടയിൽ പലതരത്തിൽ ശക്തി പ്രകടനത്തിന് 3 നേതാക്കളുടെയും അണികൾ ശ്രമിക്കുന്നുണ്ട്. തങ്ങളുടെ നേതാവിനാണ് കൂടുതൽ പിന്തുണ എന്ന് വരുത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഓരോരുത്തരുടെയും പാർട്ടിയിലെ പാരമ്പര്യം, പ്രവർത്തന പാരമ്പര്യം ഒക്കെ എടുത്തു പറഞ്ഞുകൊണ്ടുള്ള വലിയ പ്രചരണങ്ങൾ നടക്കുന്നുണ്ട്. ഏതായാലും കോൺഗ്രസിൽ മുഖ്യമന്ത്രി ആരാകുമെന്ന കാര്യത്തിൽ ദിവസം 23-ാം തീയതി വരെ ദിവസമുണ്ട് എന്നതാണ് ആശ്വാസം. അത്തരത്തിൽ വലിയ ചർച്ചകളാണ് നടക്കുന്നത്. ഇന്നത്തെ യോഗങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ശരി, അരുൺ.